നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവോ Z1x ഫുള്ളി ലോഡഡായിട്ട് ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ പറയുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു നല്ല സ്മാർട്ട് ഫോൺ ആണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകും. നമുക്ക് ആദ്യം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗവും ഡിസൈൻ ഭാഗവും കൂടി നോക്കാം. 6.38 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഫുൾ HD+ ആണ്. വാട്ടർ ഓപ്പൺ വെച്ച് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. 19.5:9 ആസ്പെക്ട് റേഷ്യോ ഈ ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080x2340 പിക്സൽ റെസൊല്യൂഷൻ ആണ് നൽകിയിരിക്കുന്നത്. 83.23% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നൽകുന്നു. പിക്സൽ ഡെൻസിറ്റി നോക്കുമ്പോൾ 404 ppi ആണ് ഇതിൻ്റെ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. ഇനി ഡിസൈൻ ഭാഗം നോക്കുമ്പോൾ 3D ഗ്ലാസ് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ മികച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ലോ ബ്രൈറ്റ്നസ്, ആൻറ്റി ഫ്ലിക്സിങ് കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. ഡാർക്ക് മോഡുണ്ട്. വൈറ്റ് വൈൻ L1 സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ തന്നെയാണ് ഈ തവണ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നൽകിയിരിക്കുന്നത്. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകുന്നു. 0.48 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സഹായത്തോടെ സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഫാസ്റ്റായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഈ ഒരു വിവോ Z1x നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഡിസ്പ്ലേയും ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പും അതുപോലെ തന്നെ ആ ഡിസൈൻ ഭാഗവും നമുക്കിവിടെ കിട്ടുന്നു. ഇനി പെർഫോമൻസ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ Qualcomm Snapdragon 712 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. 10nm ചിപ്സെറ്റാണിത്. 2.3 GHz ക്ലോക്ക് സ്പീഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ആയിട്ട് Qualcomm Snapdragon നമുക്ക് കിട്ടുന്നുണ്ട്. Adreno 616 ആണ് GPU നൽകിയിരിക്കുന്നത്. OS നോക്കുമ്പോൾ Android 9 by ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത്. UI വേർഷൻ ഫണ്ടച്ച് OS ആണ് നൽകിയിരിക്കുന്നത്. UFS 2.1 നൽകിയിട്ടുണ്ട്. വിവോ മൾട്ടി ടെർബോ സംവിധാനം കാര്യങ്ങളൊക്കെ നൽകുന്നു. അൾട്രാ ഗെയിമിംഗ് മോഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ 712 മിക്ക സ്മാർട്ട് ഫോണുകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഒരു പെർഫോമൻസ് ബേസും അതുപോലെ തന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു നല്ല ഒരു പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് Qualcomm Snapdragon. അപ്പോൾ ആ ഒരു നല്ല കാര്യങ്ങൾ തന്നെ ഈ ഒരു വിവോയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയൽ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകുന്നത്. റിയൽ ഭാഗത്ത് 1.79 ആണ് ഫിസിക്കൽ അപ്പർച്ചർ നൽകുന്നത്. 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ നൽകുന്നു. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറ രണ്ടാമതായി നൽകിയിരിക്കുന്നു. മൂന്നാമതായി 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ് നൽകിയിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സൂപ്പർ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ബാക്ക് ലൈറ്റ് HDR നൽകുന്നു. പോർട്രേറ്റ് ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു റിയൽ ക്യാമറയിൽ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറോട് കൂടിയ ഒരു ഫ്രണ്ട് ക്യാമറ നമുക്ക് വാട്ടർ ഓപ്പൺ നോച്ചിനുള്ളിലായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ക്യാമറ സെറ്റപ്പും വളരെ മികച്ച രീതിയിൽ നൽകുന്നു. സാധാരണ 48 മെഗാപിക്സലിൻ്റെ സോണി IMX5x6 എന്ന ഒരു സെൻസറാണ് ഉപയോഗിക്കുക. എന്തിനാണോ വിവോ ഒരു സോണി IMX5x2 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ്, നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്യാമറ സെറ്റപ്പ്. സെൽഫി ക്യാമറയൊക്കെ നോക്കുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ വളരെ മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് വിവോ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 4500 mAh ബാറ്ററിയാണ് നൽകുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 22.5 വാട്ട്സിൻ്റെ വിവോയുടെ ഫ്ലാഷ് ചാർജിങ് ആണ് ഇവിടെ ഉണ്ടാകുക. Type C പോർട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ചാർജർ ഇൻ ദ ബോക്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ മികച്ച ഒരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. ഡുവൽ നാനോ സിം ആണ്. അതുപോലെ തന്നെ 3.5 ohm ഓഡിയോ ജാക്കിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 2 കളർ വേരിയൻറ്റുകളിലായാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫാൻറ്റം പൾപ്പും അതുപോലെ തന്നെ ഫ്യൂഷൻ ബ്ലൂ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 6GB RAM 64GB സ്റ്റോറേജിലും അതുപോലെ തന്നെ 6GB RAM 128GB സ്റ്റോറേജിലുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 6GB RAM 64GB സ്റ്റോറേജിന് 16,990 രൂപയാണ് നൽകിയിരിക്കുന്നത്. 6GB RAM 128GB സ്റ്റോറേജിന് 18,990 രൂപയാണ് നൽകിയിരിക്കുന്നത്. 2 ഓഫറുകളും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. HDFC ബാങ്കുകാർക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കാർഡ് ലോണും അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷനിലൂടെയും നമുക്കൊരു ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അതുപോലെ തന്നെ ജിയോ വരിക്കാർക്ക് 6000 രൂപ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വാച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിവോയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 13-ാം തീയതി സെപ്റ്റംബർ 13-ാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആദ്യ സെയിലിംഗ് നൽകുന്നത്. 13-ാം തീയതി 12 മണിക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ vivo.com നിന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും ഫുള്ളി ലോഡഡ് എന്നൊക്കെ പറഞ്ഞ പോലെ വിവോ Z1x വളരെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസിലും നമുക്ക് ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് 48 മെഗാപിക്സലേ ഉള്ളൂ. പക്ഷേ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പൊക്കെ ആയിട്ട് റിയൽമി ഈ ഒരു പ്രൈസിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഫുൾ HD കിട്ടുന്നുണ്ട്. സൂപ്പർ AMOLED അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ
ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ 4500 mAh ബാറ്ററി കപ്പാസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് Vivo Z1x. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഈ Vivo Z1x എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഈസ് ജോയൽ ജോസഫ് സൈനിങ് ഓഫ് ഫ്രം J&J Creations.